താലിയോഗം ഭാഗം 10. നന്ദു കിച്ചണിൽ വന്ന് അമ്മ കാണാതെ ഓരോന്ന് എടുത്ത് കഴിക്കുന്ന പതിവും അവൾക്ക് ഓർമ്മ വന്നു. അവൾ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു അർജുൻ അടുക്കളയിലേക്ക് വന്നത്. തിരിഞ്ഞു നോക്കിയ നിമിഷം അവളുടെ ശ്വാസം മുട്ടി. അർജുൻ രാവിലെ ധരിച്ചിരുന്ന ഷർട്ട് മാറ്റി കാവിമുണ്ടൊടുത്ത് മേൽഭാഗത്ത് ഒരു ടവൽ മാത്രം. നനഞ്ഞ മുടിയിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇനിയും കഴുത്തിലേക്ക് വീഴുന്നുണ്ടായിരുന്നു. അവൾ ഒരു നിമിഷം അവനെ നോക്കി നിന്നുപോയി. കോഫി. അവൾ വേഗം കപ്പ് നീട്ടി. അവനത് മേടിച്ചുകൊണ്ട് ചിരിച്ചു. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം, എന്നിട്ട് ഫുഡ് ഉണ്ടാക്കാം, അവൾ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് അവൻ ഹാളിലേക്ക് നടന്നു. സോഫയിൽ ഫോണിൽ നോക്കിയിരുന്നു. കുറച്ചു നേരത്തിനകം നന്ദിത ഒരു കുർത്തി ധരിച്ച് താഴേക്ക് വന്നു. പിന്നെ അടുക്കളയിൽ കയറി രാത്രി ഭക്ഷണം തയ്യാറാക്കാൻ തുടങ്ങി. ചപ്പാത്തി, ചിക്കൻ കറി, സലാഡ് അവൾ ഓരോന്നായി തയ്യാറാക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് പുറകിലൂടെ വന്ന് അർജുൻ അവളെ ചേർത്ത് പിടിച്ചത്. അച്ചുവേട്ടാ, അവൾ വിളിച്ചുകൊണ്ട് തിരിഞ്ഞു. എന്തെങ്കിലും വേണോ? വേണം, അവൻ അവളുടെ ചുണ്ടിലേക്ക് നോക്കിക്കൊണ്ട് പതുക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പൊ എങ്ങനെയാ? അവൻ പറഞ്ഞത് മനസ്സിലായതും അവളുടെ മുഖം ചുവന്നു. സോറി, അവൻ ചിരിച്ചു. എന്താ? അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഞാൻ എടുത്തോളാം. അവൻ അവളെ തിരിച്ചു നിർത്തി. അടുത്ത നിമിഷം അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ തൊട്ടു. അവളുടെ കണ്ണുകൾ അറിയാതെ അടഞ്ഞു. ആ ചുംബനം കുറച്ചു നേരം നീണ്ടു നിന്നു. അവൾക്ക് ശ്വാസം മുട്ടി. അവനെ നോക്കി. ഇങ്ങനെ നോക്കണ്ട, എനിക്കിനി എത്ര ദിവസം കിട്ടുമെന്ന് അറിയില്ലല്ലോ. എങ്ങനെ ഇതുപോലെയുള്ള നിമിഷങ്ങൾ? അവൻ പതിയെ പറഞ്ഞു. അവൾ നാണത്തോടെ വീണ്ടും ജോലിയിലേക്ക് തിരിഞ്ഞു. പക്ഷേ അതിനുശേഷം അവൻ അവളെ വിട്ടില്ല. തോളിലൂടെ കൈ ചുറ്റിയും അവളുടെ കവിളിൽ ചുംബിച്ചും അവളുടെ കൂടെ നിന്നുകൊണ്ടേയിരുന്നു. അവനും അതെല്ലാം നന്നായി തന്നെ ആസ്വദിക്കുകയായിരുന്നു. അങ്ങനെ സമയം പോയത് അവർ അറിയാതെ. ക്ലോക്കിൽ 5:30 അടിച്ചു. ഞാൻ കുളിച്ചു വരാം, നന്ദിത പറഞ്ഞു. 6:30 ഇറങ്ങാം, നടന്നു പോകാം ക്ഷേത്രത്തിലേക്ക്, അവൻ പറഞ്ഞു. അവൾ തലകുലുക്കി മുകളിലേക്ക് കയറി. റൂമിലേക്ക് കയറാൻ പോകുമ്പോഴാണ് നന്ദ, അവൻ വിളിച്ചത്. തിരിഞ്ഞു നിന്ന അവൾക്ക് നേരെ അവൻ ഒരു കവർ നീട്ടി. ഇതെന്താ? തുറന്നു നോക്ക്. അവൾ പതുക്കെ കവർ തുറന്നു. അകത്ത് മനോഹരമായ ഒരു സെറ്റുമുണ്ട്. ഗോൾഡൻ കരയുള്ള സെറ്റുമുണ്ട്. അത് കണ്ട നിമിഷം അവളുടെ കണ്ണുകൾ വിടർന്നു. ബ്ലൗസ് എടുത്തിട്ടുണ്ട്. ഒരു ഊഹം വെച്ച് സൈസ് എടുത്തതാണ്, അവൻ അവളുടെ മാറിലേക്ക് നോക്കി പറഞ്ഞതും അവൾ വേഗം മുഖം തിരിച്ചു. അച്ചുവേട്ടാ, അവൻ പൊട്ടിച്ചിരിച്ചു. വേഗം റെഡിയായിക്കോ, ഇല്ലെങ്കിലേ ക്ഷേത്രം അടയ്ക്കും, അത് പറഞ്ഞ് അവൻ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി. അവൾ ആ സെറ്റുമുണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പിന്നെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയോടെ വാഷ്റൂമിലേക്ക് കയറി. കുളി കഴിഞ്ഞ് സെറ്റുമുണ്ടും ധരിച്ച് വലിയ കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് മുടി ശരിയാക്കുകയായിരുന്നു നന്ദിത. കുളിച്ചിറങ്ങി ധരിച്ച സെറ്റ് സാരിയിൽ അവൾ അതീവ സുന്ദരിയായി തോന്നി. സ്വർണ്ണ നിറമുള്ള കരയോട് കൂടിയ ഗോൾഡൻ സെറ്റുമുണ്ട്, അതിന് മാച്ചാകുന്ന ബ്ലൗസ്. മുടിയിൽ ഇനിയും നനവ് മാറിയിരുന്നില്ല. അവൾ കണ്ണാടിയിലേക്ക് നോക്കി. ചെറിയൊരു പുഞ്ചിരിയോടെ നിൽക്കുമ്പോഴാണ് റൂമിന്റെ വാതിൽ പതുക്കെ തുറന്നത്. തിരിഞ്ഞു നോക്കിയ നിമിഷം അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു. അർജുൻ. ബ്ലാക്ക് ഷർട്ടിലും ഫോർമൽ വേഷത്തിലും മാത്രം കണ്ടിരുന്ന അവനെ ആദ്യമായിട്ടായിരുന്നു അവൾ ഇങ്ങനൊരു വേഷത്തിൽ കാണുന്നത്. അവളുടെ സാരിയുടെ ബ്ലൗസിന്റെ അതേ സ്വർണ്ണ നിറം കലർന്ന ഷർട്ട്, അതിന് മാച്ചായ സ്വർണ്ണ കരയോളമുണ്ട്. ആ വേഷത്തിൽ അവൻ അതീവ ഭംഗിയായി തോന്നി. നന്ദിത അറിയാതെ അവനെ നോക്കി നിന്നുപോയി. അവളുടെ കണ്ണുകളിൽ തന്നെ നോക്കി നിന്നുകൊണ്ട് അർജുൻ ചെറുതായി ഒന്ന് ചിരിച്ചു. പിന്നെ പതുക്കെ അവളുടെ അടുത്തേക്ക് നടന്നു. ഇപ്പൊ എന്താ എന്നെ കാണുമ്പോഴേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? അവളുടെ തോളിലൂടെ കൈ ചുറ്റി ചേർത്തുകൊണ്ട് അവൻ ചോദിച്ചു. ഞാൻ ആദ്യമായിട്ടാ അച്ചുവേട്ടനെ ഇങ്ങനെ മുണ്ടെടുത്ത് കാണുന്നത്, അവൾ മൃദുവായി പറഞ്ഞു. എങ്ങനെയുണ്ട്? അവനൊന്ന് മാറി നിന്ന് ചോദിച്ചു. അവൾ അവനെ മുഴുവനൊന്ന് നോക്കി. നന്നായിട്ടുണ്ട്. അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. സത്യം പറഞ്ഞ ഈ വേഷം നന്നായി ചേരുന്നുണ്ട്. അവൻ കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി. എപ്പോഴും ബ്ലാക്ക് ഷർട്ടും കോട്ട് സൂട്ടുമൊക്കെ അല്ലേ? ഇന്ന് അതിൽ നിന്നും മാറ്റം വന്നത് കൊണ്ടാകാം, അവൾ പറഞ്ഞു. എപ്പോഴും ഒരുപോലെ നടന്ന ബോറടിക്കില്ലേ? കുറച്ചു മാറ്റം വേണം, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതും ശരിയാണ്, അവളും ചിരിച്ചു. അവനും അവളെ ഒന്ന് നോക്കി. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ മാത്രമല്ല, നീയും സുന്ദരിയായിട്ടുണ്ട്. പക്ഷേ 2 കാര്യങ്ങളുടെ കുറവുണ്ട്, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്താ? അവൾ ചോദിച്ചു. ഈ കഴുത്തില് ഞാൻ കെട്ടിയ താലിയും ഈ സിന്ദൂര രേഖയില് ഞാൻ ചാർത്തിയ സിന്ദൂരവും, അവൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ടതും അവൻ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. അറിയാം, ഞാൻ കാത്തിരുന്നോളാം, അവൻ പതിയെ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു.
അയ്യോ, ഇങ്ങനെ നിന്നാലേ ശരിയാവില്ല. അവൻ പറഞ്ഞുകൊണ്ട് അവളിൽ നിന്നും അകന്നു മാറി. പിന്നെ രണ്ടുപേരും കൂടി താഴേക്ക് ഇറങ്ങി. ഹാളിലേക്ക് വന്നതും ഇപ്പോ എങ്ങനെയാ പോകുന്നത്? നടന്നാണോ? നന്ദിത ചോദിച്ചു. അർജുൻ ഒരു നിമിഷം ആലോചിച്ചു. എനിക്കെങ്ങനെയായാലും കുഴപ്പമില്ല. നമുക്ക് കാർ എടുത്തു പോകാം. അതെന്തിനാ? ഇവിടെ നിന്ന് അടുത്തല്ലേ? അവൻ ചോദിച്ചു. നടന്നു പോയാല് എല്ലാവരും ശ്രദ്ധിക്കും. അവൾ പറഞ്ഞതും അർജുൻ ഒന്ന് ചിരിച്ചു. നടന്നു പോയാലും ആളുകൾ നോക്കും, കാറിൽ പോയാലും ആളുകൾ നോക്കും. അതെന്താ? കാരണം എന്റെ പെണ്ണ് വളരെ സുന്ദരിയായിട്ടുണ്ട്. അവൻ പറഞ്ഞതും അവളുടെ കവിളുകൾ ചുവന്നു. അച്ചുവേട്ടാ, അവൾ നാണത്തോടെ വിളിച്ചു. ശരി ശരി, എന്നാ കാർ എടുത്തു പോകാം. അവൻ ടീപ്പോയിൽ കിടന്നിരുന്ന കാറിന്റെ കീ എടുത്തു. പിന്നെ ആദ്യം നന്ദിത വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അവളുടെ പിന്നാലെ അർജുനും വേഗം ഇറങ്ങി. കാറ് തുറന്ന് ഡ്രൈവിംഗ് സീറ്റിൽ കയറി. അപ്പോഴേക്കും നന്ദിതയും മറുവശത്ത് ഡോറ് തുറന്ന് കാറിലേക്ക് കയറി. കാറ് പതുക്കെ വീട്ടുമുറ്റം വിട്ടിറങ്ങി. പക്ഷെ അവർ ശ്രദ്ധിക്കാതെ അപ്പുറത്തെ വീട്ടിലെ ജനാലയുടെ മറവിൽ നിന്ന് ഒരു മുഖം എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ആരാണ് നന്ദിത മോളുടെ കൂടെ പോയത്? അപ്പുറത്തെ വീട്ടിലെ ജനാലയുടെ മറവിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്ന ഒരു സ്ത്രീ ചോദിച്ചു. ഒരു പുരുഷനാണല്ലോ. ബന്ധുക്കൾ ആരെങ്കിലും ആയിരിക്കുമോ? അവരുടെ കൂടെയുണ്ടായിരുന്ന അവരുടെ ഭർത്താവിനെ ഒന്ന് നോക്കി. ടീച്ചറും മാഷും നന്ദുവിനെ കൊണ്ട് ഹോസ്പിറ്റലിലെ. അപ്പോ ആരായിരിക്കും? ബന്ധുക്കളായിരിക്കും. അവർ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. അപ്പോഴേക്കും ആ കാറ് ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ പാർക്കിങ്ങിൽ എത്തിയിരുന്നു. സന്ധ്യ മാഞ്ഞു തുടങ്ങിയ സമയം. ആകാശം വീണ്ടും മഴയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിരുന്നു. ചെറുതായി കാറ്റ് വീശുന്നുണ്ടായിരുന്നു. കാറിൽ നിന്നും ആദ്യം അർജുൻ ഇറങ്ങി. പിന്നെ മറുവശത്ത് നിന്നിറങ്ങിയ നന്ദിതയെ നോക്കി. ഒരു നിമിഷം നിന്നു. സെറ്റ് സാരിയിൽ അവൾ അതീവ സുന്ദരിയായി തോന്നി. ആ വിളക്കുകളുടെ വെളിച്ചം അവളുടെ മുഖം കൂടുതൽ തെളിഞ്ഞു വന്നു. വാ, അവൻ മൃദുവായി പറഞ്ഞു. അവൾ ചെറുതായി തലയാട്ടി അവന്റെ കൂടെ നടന്നു. ഒരുമിച്ച് ക്ഷേത്രത്തിലേക്ക് നടക്കുമ്പോൾ നന്ദിതയുടെ ഉള്ളില് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതലായി ഒരു സന്തോഷവും. അതുകൊണ്ട് തന്നെ അവൾ അവന്റെ അടുത്തേക്ക് ചേർന്ന് തന്നെയായിരുന്നു നടന്നത്. രണ്ടുപേരും അകത്തേക്ക് കയറി. അർജുൻ മുൻകൂട്ടി പ്രത്യേക ദർശനത്തിനുള്ള ക്രമീകരണം ചെയ്തിരുന്നത് കൊണ്ട് ക്യൂ നിൽക്കേണ്ടി വന്നില്ല. ക്ഷേത്രത്തിനുള്ളിലെ ആ ദീപ വെളിച്ചം, ചന്ദനത്തിന്റെയും അഗർബത്തിയുടെയും മണം, മന്ത്രോച്ചാരണവും അവളുടെ മനസ്സിനെ ശാന്തമാക്കുകയായിരുന്നു. നന്ദിത കണ്ണടച്ചു പ്രാർത്ഥിച്ചു. അവളുടെ അടുത്ത് നിന്നുകൊണ്ട് അർജുനും ശാന്തമായി തൊഴുതു. അവനെ പലരും തിരിച്ചറിയുന്നുണ്ടായിരുന്നു. ചിലർ ചിരിച്ചുകൊണ്ട് നോക്കുകയും ചെയ്തു. പക്ഷെ അവന്റെ മുഖത്ത് അതേ ഗൗരവം. അത് കണ്ടപ്പോ നന്ദിതയ്ക്ക് വീണ്ടും അതിശയം തോന്നി. ഈ മനുഷ്യനാണോ വീട്ടില് എന്നോട് ഇങ്ങനെ കൊഞ്ചി നടക്കുന്നത്? അവൾ മനസ്സിൽ ചിന്തിച്ചു. പെട്ടെന്ന്, നിന്റെ അടുത്ത് മാത്രമേ ഞാൻ അങ്ങനെയുള്ളൂ, പുറത്താരോടുമില്ല. അവന്റെ ശബ്ദം ചെവിക്കരിയിൽ കേട്ടതും അവൾ ഞെട്ടി അവനെ നോക്കി. മൈൻഡ് റീഡിംഗ് അറിയുമോ? അവൾ അറിയാതെ ചോദിച്ചു പോയി. അർജുൻ ചെറുതായിന്ന് ചിരിച്ചു. എന്റെ നന്ദയെ എനിക്കറിയാം. ആ മറുപടി കേട്ടപ്പോ അവളുടെ ഹൃദയം വീണ്ടും നിറഞ്ഞു. അവർ ക്ഷേത്രത്തിന്റെ ഓരോ ഭാഗത്തും ചെന്ന് തൊഴുതു. പ്രദക്ഷിണം നടത്തി. ഒരുമിച്ച് ദീപം തെളിയിച്ചു. അങ്ങനെ സമയം പോയത് അവർ അറിഞ്ഞില്ല. പാർക്കിങ്ങിലേക്ക് തിരികെ നടക്കുമ്പോഴേക്കും സമയം 8 മണിയോട് അടുത്തിരുന്നു. അപ്പോഴേക്കും മഴ ചെറുതായി പെയ്തു തുടങ്ങി. വേഗം വാ, അർജുൻ അവളെ കൈ പിടിച്ചു. രണ്ടുപേരും ഓടി കാറിൽ കയറി. മഴ അതിവേഗം ശക്തമായി. ഗ്ലാസുകളിൽ മഴത്തുള്ളികൾ ശക്തിയായി പെയ്തുമ്പോൾ അർജുന്റെ കാറ് വീട്ടിലേക്ക് ഓടിച്ചു. വീട്ടിലെത്തിയതും ആദ്യം നന്ദിത വേഗം ഇറങ്ങി വാതിൽ തുറന്നു. അവളുടെ പിന്നാലെ അർജുനും അകത്തേക്ക് കയറി. വാതിൽ അടക്കും മുമ്പേ മഴ ശക്തമായി പെയ്യാൻ തുടങ്ങി. പുറത്ത് ഇടിമിന്നലിന്റെ ശബ്ദവും. ആ അന്തരീക്ഷം തന്നെ വേറിട്ടതായിരുന്നു. വേഗം ഡ്രസ്സ് മാറ്റിയിട്ട് വാ, ഞാൻ ഭക്ഷണം എടുക്കാം, നന്ദിത പറഞ്ഞതും അർജുൻ അവളെ നോക്കി ചിരിച്ചു. അതെങ്ങനെയാ? നിനക്കും ഡ്രസ്സ് മാറണ്ടേ? അപ്പോ നമ്മൾ ഒരുമിച്ചല്ലേ പോകേണ്ടത്? അവൻ പറഞ്ഞതും പെട്ടെന്ന് അവളെ അരയിൽ കൂടി പൊക്കിയെടുത്തു. അച്ചുവേട്ടാ, അവൾ ഞെട്ടി അവന്റെ തോളിൽ പിടിച്ചു. പക്ഷേ അടുത്ത നിമിഷം അവൾ തന്നെ അവനോട് ചേർന്ന് നിന്നു. അവന്റെ നെഞ്ചിന്റെ ചൂട്, അവളുടെ ശ്വാസത്തിന്റെ വേഗം രണ്ടുപേരും വ്യക്തമായി അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അവൾ പതുക്കെ പറഞ്ഞു. എന്ത്? എന്നെ നോക്കുമ്പോൾ അച്ചുവിന്റെ കണ്ണുകളിൽ കാണുന്നതെല്ലാം. അവൾ പറഞ്ഞതും അവൻ അവളെ താഴെ ഇറക്കാതെ തന്നെ അടുത്തേക്ക് ചേർത്തു. അത് പ്രകടിപ്പിക്കട്ടെ? അവൻ താഴ്ന്ന ശബ്ദത്തിൽ ചോദിച്ചു. അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. അവൾ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവന്റെ കഴുത്തിൽ ചുറ്റിയിരുന്ന അവളുടെ കൈകൾ മുറുകി. അത് മാത്രം മതി എന്നതുപോലെ അർജുൻ അവളുടെ അരയിൽ കൈവച്ചു. ആ സ്പർശനത്തിന്റെ തണുപ്പ് ഇരുവരുടെയും ശരീരത്തിലൂടെ പടർന്നു. അവൾ വിറച്ചു. അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയ നിമിഷം
അവൾക്ക് പിന്നെ സ്വയം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പുറത്ത് മഴ ആർത്ത് പെയ്യുകയായിരുന്നു. അകത്ത് അവരുടെ ഹൃദയങ്ങളും ഇത്ര നാളായി പറയാതെ സൂക്ഷിച്ച സ്നേഹം, വേദന, ആഗ്രഹം ആ നിമിഷത്തിൽ തമ്മിൽ ചേർന്നു. അർജുൻ പതുക്കെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. കവിളിൽ, കണ്ണുകളിൽ. അവൾ കണ്ണുകളടച്ച് അവനോട് ചേർന്നു. ആ സ്നേഹത്തിൽ അവൾ സ്വയം മറന്നുപോയിരുന്നു. അവന്റെ ഓരോ സ്പർശനത്തിലും അവളുടെ ഹൃദയം ഉരുകുകയായിരുന്നു. പലപ്പോഴും അവന്റെ ശക്തമായ ചേർത്തുപിടുത്തം വേദനിപ്പിച്ചെങ്കിലും ആ വേദന പോലും അവൾ സ്നേഹത്തോടെ സ്വീകരിച്ചു. കാരണം ആ നിമിഷം അവൻ മുഴുവൻ അവളുടേതായിരുന്നു. അവളും പൂർണ്ണമായി അവൻ്റേതായിരുന്നു. രാവേറെയാകുമ്പോൾ പുറത്ത് കനത്തു പെയ്യുന്ന മഴയുടെ താളം മുറിയിലുടനീളം പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു. അമ്പലത്തിൽ പോയി വന്നപ്പോൾ അവളുടെ നനഞ്ഞ തലമുടിയിൽ നിന്നും അമ്പലത്തിലെ പ്രസാദത്തിൽ നിന്ന് കിട്ടിയ പൂവിൻ്റെയും ചന്ദനത്തിൻ്റെയും നേർത്ത ഗന്ധം വായുവിൽ തങ്ങി നിന്നു. ദീർഘനേരം അവൻ്റെ ചുംബനത്തിനൊടുവിൽ അവനെ ശ്വാസമെടുക്കാനായി അവളെ വിട്ടതും അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് കിതച്ചുകൊണ്ട് ജനാലയ്ക്ക് ചേർന്ന് നിന്നു. പുറത്തെ ഇരുട്ടിലേക്കും ആർത്തു പെയ്യുന്ന മഴയിലേക്ക് നോക്കി നിന്നു. അവളുടെ ശ്വാസം അതിവേഗത്തിലായിരുന്നു. നന്ദു, പിന്നിൽ നിന്നുള്ള അർജുന്റെ വിളി. അവൾ മെല്ലെ തിരിഞ്ഞു നോക്കി. അർജുൻ അവിടെ തന്നെയുണ്ട്. അവന്റെ കണ്ണുകളിലെ തിളക്കം നന്ദയിൽ ഒരു ചെറിയ വിറയലുണ്ടാക്കി. മുറിയിലെ മഞ്ഞ വെളിച്ചത്തിൽ അവന്റെ മുഖത്തെ സ്നേഹം വല്ലാത്ത ആഴമുള്ളതായി അവൾക്ക് തോന്നി. അവൻ സാവധാനം അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. ജനാലയിലൂടെ വീശുന്ന കാറ്റിൽ അവളുടെ സാരിത്തുമ്പ് അലസമായി പാറുന്നുണ്ടായിരുന്നു. അർജുൻ അവളുടെ അരികിൽ വന്ന് നിന്നു. മഴത്തുള്ളികൾ ജനൽ കമ്പിയിലൂടെ തെറിച്ച് അവളുടെ കവിളിൽ വീഴുന്നത് അവൻ കൗതുകത്തോടെ നോക്കി. മഴയ്ക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാനിപ്പോഴറിയുന്നത്, അവൻ മൃദുവായി പറഞ്ഞു. അവന്റെ കൈകൾ അവളുടെ തോളിൽ മെല്ലെ അമർന്നു. നന്ദ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. അർജുന്റെ ഓരോ സ്പർശവും അവളിൽ പുതിയൊരു അനുഭൂതിയാണ് നിറയ്ക്കുന്നത്. അവൻ തന്റെ വിരലുകൾ കൊണ്ട് അവളുടെ കവിളിലെ മഴത്തുള്ളി തുടച്ചു നീക്കി. ആ വിരലുകളുടെ ചൂട് അവളുടെ ഉള്ളിലെ പരിഭ്രമത്തെ അലിയിച്ചു കളഞ്ഞു. പേടിയുണ്ടോ? അവൻ അവളുടെ കാതോരം ചോദിച്ചു. ഇല്ല, അവൾ പതുക്കെ മറുപടി നൽകി. പക്ഷേ അവളുടെ ശബ്ദം ഇടറിയിരുന്നു. അർജുൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. പുറത്തെ ഇടിമുഴക്കം ആ നിശബ്ദതയെ ഭേദിച്ചപ്പോൾ അവൾ അവനെ മുറുകെ പുണർന്നു. മഴയുടെ തണുപ്പും അവളുടെ ഉള്ളിലെ പ്രണയത്തിന്റെ ചൂടും ആ മുറിയെ സ്വർഗമാക്കി മാറ്റി. അർജുൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അർജുൻ അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. തന്റെ തള്ളവിരൽ അവളുടെ വിറയ്ക്കുന്ന അതരങ്ങളിലെ മെല്ലെ തലോടി. നിന്റെ ഈ മൗനമുണ്ടല്ലോ നന്ദ, അതെന്നോട് 1000 കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൻ വളരെ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. അവന്റെ കണ്ണുകളിലെ തിളക്കം നന്ദിതയിൽ ഒരു മിന്നലായി പടർന്നു. അവൻ സാവധാനം കുനിഞ്ഞ് അവളുടെ കഴുത്തിൽ മുഖമമർത്തി. അവന്റെ ശ്വാസത്തിന്റെ ചൂടിൽ നന്ദിതയുടെ ശരീരം അല്പം പിന്നിലേക്ക് വില്ലുപോലെ വളഞ്ഞു. അവളുടെ വിരലുകൾ അവന്റെ തലമുടിയിൽ മുറുകി. പ്രണയത്തിന്റെ ഒരു ലഹരി രണ്ടുപേരിലും പടരുകയായിരുന്നു. നന്ദ, ഈ നിമിഷം ഇത് നമുക്ക് മാത്രമുള്ളതാണ്. പുറത്തെ മഴ പോലെ നിനക്കായി മാത്രം പെയ്യാൻ കൊതിക്കുന്ന എൻ്റെ പ്രണയമാണത്. അവൾ മുഖമുയർത്തി അവനെ നോക്കി. ആ കണ്ണുകളിൽ വിരിഞ്ഞ പ്രണയം അത് നന്ദയ്ക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയധികം കരുത്തുള്ളതായിരുന്നു. പെയ്തൊഴിയാത്ത മഴയെ സാക്ഷിയാക്കി ആ രാത്രി അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി. ഈ മഴയ്ക്കും നിനക്കും ഒരേ മണമാണ് നന്ദ, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന മണം, അവൻ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. അവൻ കുനിഞ്ഞ് അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. പിന്നീട് ആ ചുംബനങ്ങൾ അവളുടെ കൺപോളയിലേക്കും മൂക്കിൻ തുമ്പിലും പടർന്നു. അവളുടെ ശ്വാസോച്ഛ്വാസം വേഗത്തിലായി. നന്ദിത തൻ്റെ കൈകൾ അവൻ്റെ കഴുത്തിന് പിന്നിൽ കോർത്തു പിടിച്ചു. അവനെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. അർജുൻ അവളെ എടുത്തുയർത്തി കട്ടിലേക്ക് കിടത്തി. അവളുടെ ഉടയാടകൾക്കിടയിലൂടെ അവൻ്റെ വിരലുകൾ സഞ്ചരിക്കുമ്പോൾ സ്പർശനത്തിൻ്റെ ഓരോ അണുവിലും പ്രണയത്തിൻ്റെ കനൽ എരിയുകയായിരുന്നു. നന്ദിതയുടെ പാതി അടഞ്ഞ കണ്ണുകളിൽ അർജുൻ തൻ്റെ ലോകം തന്നെ കണ്ടു. അവൻ അവളെ ചുംബനങ്ങൾ കൊണ്ട് പൊതിയുകയായിരുന്നു. നെറ്റിയിലും കവിളിലും, ഒടുവിൽ അവളുടെ ദാഹിച്ച അതരങ്ങളിലും. അവരുടെ ശ്വാസഗതികൾ ഒരേ താളത്തിലായി. നന്ദിത അവന്റെ സാമീപ്യത്തെ പൂർണ്ണമായും ഉള്ളിലേക്ക് ആവാഹിച്ചു. ലോകം മുഴുവനും ആ മുറിക്കപ്പുറം നിശ്ചലമായതുപോലെ അർജുന്റെ കരുത്തറ്റ കൈകൾക്കിടയിൽ അവൾ ഒരു പുഷ്പം പോലെ വിടർന്നു. അവരുടെ അതിരങ്ങൾ തമ്മിൽ ചേർന്നപ്പോൾ
പുറത്തെ മഴയുടെ ഇരമ്പൽ പോലും അവർ കേൾക്കാതെയായി. ശരീരങ്ങൾ തമ്മിലുള്ള അകലം ഇല്ലാതായി. ആ നിമിഷം അത് കേവലം ഒരു കൂടിച്ചേരലല്ലായിരുന്നു, മറിച്ച് രണ്ട് ആത്മാക്കൾ തമ്മിലുള്ള ആഴമേറിയ സംഭാഷണമായിരുന്നു. മഴയുടെ ഇരമ്പൽ പുറത്ത് തുടരുമ്പോഴും ഉള്ളിൽ പ്രണയത്തിന്റെ ഒരു കടൽ തന്നെ തിരതല്ലുകയായിരുന്നു. തങ്ങളുടെ പ്രണയത്തിന്റെ പരമോന്നതിയിൽ എത്തിയിരുന്നു. ആ രാത്രിയുടെ നിശബ്ദതയിൽ അവർ ഒന്നായി അലിഞ്ഞു ചേർന്നു. അതേസമയം നന്ദിതയുടെ വീടിന്റെ മുന്നിൽ നിന്നും ഒരാളുടെ ഫോണിലൂടെ, അതെ, അർജുൻ ദേവരയ്യരുടെ കാറ് തന്നെയാണ്, അയാൾ ഇവിടെ തന്നെയുണ്ട്, നന്ദിതയുടെ വീട്ടില് എന്നൊരു സന്ദേശം മറ്റൊരു ഫോണിലേക്ക് പോയിരുന്നു. ഹായ്, അപ്പോൾ സ്റ്റോറി ലേറ്റായി, എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണേ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു വരിയായിട്ടെങ്കിലും ഒന്ന് കമൻ്റായിട്ട് പറയുക. അപ്പോൾ നാളെ കാണാം കേട്ടോ. ബൈ.